ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ വെനസ്ഡേ എത്തിയിരിക്കുന്നു, നമ്മുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം. അപ്പോൾ ഞാൻ എവിടെ ഇരുന്നാലും മാഞ്ചസ്റ്ററിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ ബ്യൂട്ടി വ്ളോഗിന് മുടക്കുന്നില്ല അല്ലേ. എനിക്ക് തോന്നുന്നു കാര്യം ഒരുപാട് പേർക്ക് ബ്യൂട്ടി വ്ളോഗ് ഇഷ്ടമുള്ള കുറേ ആൾക്കാർ ഈ ഒരു സെഗ്മെൻറ്റ് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കാര്യമായിട്ട് അതിന് ഒരു പ്രാധാന്യം കൊടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും DIYs ആണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇന്നും ഒരു DIY ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ കുറേ നാൾ മുന്നേ ഒരു സോപ്പ് ചെയ്തിരുന്നു, LN വ്ളോഗ്സിൽ തന്നെ. ആയുർവേദിക് സോപ്പ് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ അത് ഒരുപാട് നല്ല റിസൾട്ടാണ് ഉണ്ടാക്കി ഉപയോഗിച്ചവർക്ക് കിട്ടിയതെന്ന് എനിക്ക് നല്ല ഫീഡ്ബാക്ക്സ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും അതുപോലെ ഒരു DIY ചെയ്യാമെന്ന് വിചാരിച്ചു. കൂടുതലും ഞാൻ എപ്പോഴും സ്കിൻ റിലേറ്റഡ്, ഹെയർ റിലേറ്റഡ് കാര്യങ്ങളാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ്. എന്താണ്? ഒന്ന്, ടാൻ ആവുക; രണ്ട്, പിഗ്മെൻറ്റേഷൻ, അതൊരു മേജർ ഇഷ്യൂ ആണ്; പിന്നെ ഡ്രൈ ആകുന്നു സ്കിന്ന്; പിന്നെ സൺ ടാൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ സൺ ഡാമേജ് ഭയങ്കരമാണ് ഒരുപാട് പേർക്ക്. പിന്നെ കറുത്ത സ്പോട്ട്സ് വരുന്നു. പിഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്യൂ ആണ്. മുഖത്ത് കറുത്ത ചെറിയ കരിമംഗല്യം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ സംഭവമാണ് പിഗ്മെൻറ്റേഷൻ. അപ്പോൾ അതിനൊക്കെ ഒരു ചെറിയൊരു മാറ്റം വരും ഞാൻ ഈ പറയുന്ന സോപ്പ് ഉപയോഗിച്ച്. ചെറിയ മാറ്റമല്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് രാവിലെയും വൈകുന്നേരവും മുഖം കഴുകാനും കുളിക്കാനും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ചേഞ്ച് കാലക്രമേണ മനസ്സിലാക്കാൻ സാധിക്കും. നല്ലതായിട്ട് ഫെയ്ഡായി വരും. ആ ഡാർക്ക് സ്പോട്ട്സൊക്കെ നല്ല കളർ ഇമ്പ്രൂവ് ചെയ്യും, നല്ല ബ്രൈറ്റ് ആകും, നല്ല തിളക്കമുള്ള സ്കിന്നൊക്കെ ആകും. ഓക്കെ, നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഓവർ ഓയിലി ആയിട്ടുള്ളവരുടെയൊക്കെ ഓയിലി സ്കിന്നിൻ്റെ ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. സോപ്പ് എന്താണെന്ന് അറിയണ്ടേ? ഓക്കെ, സോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാം. അത് നമ്മൾ ആയുർവേദിക് സോപ്പിൽ കാണിച്ച പോലെ ഒരു സോപ്പ് ബേസ് മാത്രം മതി. അതുപോലെ ഒരു സോപ്പ് ബേസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഞാൻ 2 പ്രധാനപ്പെട്ട 3 ഇൻഗ്രീഡിയൻസ് ചേർക്കും. 2 അല്ല 3 കാര്യങ്ങൾ. ഒന്ന് നമ്മുടെ കസ്തൂരി മഞ്ഞൾ, പിന്നെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ലെമൺ പീലാണ്. ലെമൺ പീൽ, അത് നാരങ്ങയുടെ പുറത്തെ തൊലിയാണ് ഉപയോഗിക്കുന്നത്. ലെമൺ പീൽ ആൻഡ് വൈറ്റമിൻ ഇ ഓയിൽ. ഈ 3 കാര്യങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അതിനകത്തേക്ക് എക്സ്ട്രാ എന്തെങ്കിലും വേണമെങ്കിൽ, ഇപ്പോൾ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതിനകത്തേക്ക് ചേർത്തിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താം വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നാരങ്ങയുടെ നീരല്ല ഒഴിക്കുന്നത്, നാരങ്ങയുടെ തൊലിയാണ് എടുക്കുന്നത്. ഇവിടെ ഇപ്പം പുറത്തൊക്കെ വരുന്ന വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ ലെമൺ എന്ന് പറഞ്ഞിട്ട് വലുതാണ് കിട്ടുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ നാരങ്ങയല്ല, കുറച്ചുകൂടി വലിപ്പമുള്ളതും സ്കിന്നൊക്കെ നല്ല കട്ടിയാണ്. അതിങ്ങനെ പീൽ ചെയ്യാനും ഗ്രേറ്റ് ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. നാട്ടിലും അങ്ങനെ കിട്ടുന്നുണ്ടായിരിക്കണം ഇപ്പോൾ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ നാട്ടിലെ നാരങ്ങ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, കുഴപ്പം. എന്തായാലും നാരങ്ങയുടെ തോടാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്, പ്രശ്നമൊന്നുമില്ല. അത് വെച്ചിട്ടും ചെയ്യാം. അങ്ങനെ സ്കിന്നിന് ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്തേക്ക് ഉപയോഗിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം, ഇംപ്രവൈസ് ചെയ്യാം. ഇതിലിപ്പോൾ നമ്മൾ എന്താ പറയുക, ലെമൺ പീൽ എന്ന് പറഞ്ഞാൽ ഓയിലി സ്കിന്നുകാർക്ക് ഏറ്റവും നല്ലതാണ്. അത് നമ്മുടെ ഓയിൽ കൺട്രോൾ ചെയ്യും, ഒരു കാര്യം. അതുപോലെ കസ്തൂരി മഞ്ഞളാണെങ്കിലും സ്കിന്നിന് ഭയങ്കര നല്ലതാണ്, നമ്മുടെ പിഗ്മെൻറ്റേഷൻ ഇഷ്യൂസ് കുറയ്ക്കും. ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ലെമൺ പീലിനാണെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, ലെമൺ പീൽ നമ്മളതിൽ നിന്ന് എടുത്തിട്ട്, അത് നാരങ്ങയുടെ തോട് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഫുൾ ഓഫ് ആൻറ്റി ഓക്സിഡൻസ് ആണ്. വൈറ്റമിൻ സിയുടെ ധാരാളം പ്രസൻസ് ഉണ്ട്. അപ്പോൾ നാരങ്ങ നീരിലുള്ളതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും വേണമെങ്കിൽ വൈറ്റമിൻ സിയുടെ പ്രസൻസ് ഇതിനകത്തുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് നല്ല ഗുണം ചെയ്യും. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, അതുപോലെ വൈറ്റമിൻ സി ഉണ്ട്. വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ബ്രൈറ്റൻഡ് ആകും. ഒരു നാച്ചുറൽ ബ്രൈറ്റ്നസ്, തിളക്കം, നല്ലൊരു കളറും തിളക്കവും ഒക്കെ തോന്നും. കുറച്ചുകൂടി ഒരു എന്താ പറയണ്ടേ, നല്ല ഒരു ബ്രൈറ്റായി തോന്നില്ലേ? നമുക്കിപ്പോൾ ഒരു ഡള്ളായിരിക്കുന്ന സ്കിൻ എങ്ങനെ ബ്രൈറ്റ് ആകുന്നത്? പിന്നെ ഏജിങ് ഇഷ്യൂസ്, സാഗിങ് സ്കിന്ന്, ഫൈൻ ലൈൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ, റിങ്കിൾസ്, അതെല്ലാം ഒരു പരിധി വരെ കുറച്ചുകൊണ്ട് വരാനും സഹായിക്കും. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഈ ഏജിങ് സ്കിന്നിന് ഭയങ്കര ബെനിഫിഷ്യലാണ്. കാരണം ആൻറ്റി ഓക്സിഡൻസാണ് ഈ ഫ്രീ റാഡിക്കൽസിനെയൊക്കെ തളർത്തി വിടുന്നത്, അല്ലെങ്കിൽ ഓടിച്ചു വിടുന്നത്. ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന അന്തരീക്ഷത്തിൻ്റെ പൊല്യൂഷൻ കൊണ്ടും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ ഒരുപാട് എന്താ പറയുക, നമ്മളിപ്പോൾ എല്ലാം പ്യുവർ സാധനങ്ങൾ, ഓർഗാനിക് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഓർഗാനിക് ആയിരിക്കില്ല കഴിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് പൊല്യൂഷനുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നുണ്ടാകും. അപ്പോൾ അതിൽ നിന്നെല്ലാമാണ് ഈ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കയറുന്നത്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിനും മൊത്തത്തിൽ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനെയൊക്കെ തടുക്കാനായിട്ടാണ് ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയ ഭക്ഷണം കഴിക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലെമൺ പീലിനെ ആ രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ സ്കിൻ ബ്രൈറ്റനിങ്, വൈറ്റനിങ്, അതായത് ഒരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ് ഉണ്ടാവുമല്ലോ എന്തായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ കളർ കുറച്ചുകൂടി ലൈറ്ററാക്കി തരും. അപ്പോൾ
അപ്പോൾ ഈ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പോകുന്നത് അതുകൊണ്ടാണ്, പിഗ്മെൻറ്റേഷനൊക്കെ കുറയുന്നതും ഒക്കെ. അപ്പോൾ അതൊരു പ്രധാന കാര്യം. പിന്നെ അതുപോലെ കസ്തൂരി മഞ്ഞളിനെ കുറിച്ച് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ വാങ്ങി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ വളരെ ഗുണം ചെയ്യും. അതിനാണെങ്കിൽ സ്കിന്നിൽ പഫിനെസ് അങ്ങനത്തെ കാര്യങ്ങൾ, എന്തെങ്കിലും ഇൻഫ്ലമേഷൻ, ചെറിയ മുറിവുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറ്റും കേട്ടോ. ബേൺസ്, നീറ്റൽ, അങ്ങനത്തെ കാര്യങ്ങൾ, ചെറിയ കുരുകാര, അതൊക്കെ മാറ്റാനായിട്ട് കസ്തൂരി മഞ്ഞളിന് ഒരുപാട് കഴിവുണ്ട്. കൂടാണ്ട് നല്ലതായിട്ട് കളർ വയ്ക്കാനും സ്കിന്നിന് കുറേ കൂടെ ബ്രൈറ്റ് ആകാനും ഒക്കെ സഹായിക്കും. കളർ വയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ള കളറിനെ എൻഹാൻസ് ചെയ്ത് തരും. കളർ വയ്ക്കുന്നത് ഒരു വലിയ ക്രെഡിറ്റ് ആയിട്ടല്ല ഞാൻ പറയുന്നത്. കളർ ഇൻ ദ സെൻസ് നമ്മുടെ നാച്ചുറൽ കളറിനെ കുറച്ചുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് റെഡിയാക്കി തരും. നമ്മളിങ്ങനെ ഡള്ളായിരിക്കുന്ന സ്കിന്നില്ലേ, നമ്മളിപ്പോൾ എന്താ പറയുക, വെയിലത്തൊക്കെ ഇറങ്ങി നടന്ന് ഭയങ്കരമായിട്ട് ടാനായി അങ്ങനെയൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിലിരിക്കുന്ന സ്കിന്നിനെയൊക്കെ പെട്ടെന്ന് ബ്രൈറ്റ് ആക്കാനും ഒരു ടെമ്പററി ആയിട്ടുള്ള സൺ ഡാമേജസ് ഒക്കെ മാറ്റാനും ഒക്കെ കസ്തൂരി മഞ്ഞളിന് ഒരുപാട് സഹായിക്കാൻ പറ്റും. അപ്പോൾ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ദിവ്യ ഔഷധം പോലെയാണ് ഞാൻ കാണുന്നത്. അത് അങ്ങനെ തന്നെയാണ്. ടേമറിക് എന്നുള്ള സംഭവം തന്നെ ആൻറ്റി മൈക്രോബിയലാണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അശ്വിൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും കുറേ പേര് ഡോക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ല കാര്യങ്ങൾ എന്താണെന്ന് വെച്ചപ്പോൾ ഇവിടെ ഒരു പുതിയ സംഭവമുണ്ട്. വയറിനും ഒക്കെ നല്ലതാണ്, ഭയങ്കരമാണ്. നമ്മുടെ ലങ്സിനും പിന്നെ എന്താ പറയുക, സ്റ്റൊമക്കിനും എല്ലാത്തിനും നല്ലതാണ്. റെസ്പിറേറ്ററി കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. ഞാൻ എന്ത് സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതൊരു ഭയങ്കര, അതായത് നമുക്ക് ഒരു പ്രതിരോധത്തിന് പറ്റിയൊരു ക്യാപ്സ്യൂൾസ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രതിരോധം എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട്, അപ്പോൾ നമുക്ക് അസുഖമൊന്നും വരില്ല എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ സാധനം, അത് ടേമറിക്കായിട്ട് ചേർന്ന ഒരു സാധനമാണ്. അപ്പോൾ കുർക്കുമിൻ എന്നാണല്ലോ പറയുന്നത്, ടേമറിക്കിൻ്റെ മറ്റൊരു പേര്. അതായത് മഞ്ഞൾ എന്ന് പറയുന്നത് തന്നെ ടേമറിക്കിന് കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു പ്രധാന ചേരുവ അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ കുർക്കുമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപ്സ്യൂൾസ് ആയിട്ട് ഇപ്പോൾ വാങ്ങാൻ കിട്ടും. അത് ആ ഒരു ഡെറിവേറ്റീവ് ഞാൻ വേണമെങ്കിൽ കറക്റ്റ് പറഞ്ഞുതരാം. അതിവിടെ കിട്ടുന്നത് കുർക്കുമിൻ, ദാറ്റ് ഈസ് ഓർഗാനിക് ടേർമറിക് കുർക്കുമിൻ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. ക്യാപ്സ്യൂളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തോ സംഭവമാണ്, ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് തപ്പി ഇറങ്ങിയത്. അത്യാവശ്യം നല്ല വിലയും ഉണ്ട്. ചെറിയൊരു ബോട്ടിലിന് 15 പൗണ്ടൊക്കെ ഉണ്ട് വില. ഇത് ആക്ച്വലി പറഞ്ഞാൽ ഇറ്റ് ഈസ് സോൾഡ് ആസ് എ ഹെർബൽ സപ്ലിമെൻറ്റ്, കോസ്മെറ്റിക്സ് ഇൻഗ്രീഡിയൻ്റ് ആണ്, ഫുഡ് ഫ്ലേവറിങ് ആൻഡ് ഫുഡ് കളറിങ്. ഇത് സംഭവം ഇത്ര തന്നെ. നമ്മുടെ മഞ്ഞൾ സാധാരണ നമ്മൾ കുക്കിംഗ് മഞ്ഞളുണ്ടല്ലോ ഭക്ഷണത്തിലുള്ള, ആ മഞ്ഞൾ തന്നെ ക്യാപ്സ്യൂളിനകത്ത് ഫില്ല് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ നോക്കുമ്പോൾ ഞാനത് വാങ്ങി ഒരു ബോട്ടിൽ ഓൺലൈനായിട്ട്. തുറന്നു നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എൻ്റെ അമ്മ ഇത് നമ്മുടെ മഞ്ഞളല്ലേ, മഞ്ഞൾപ്പൊടി നമ്മൾ ഭക്ഷണത്തിലൊക്കെ ധാരാളം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് അങ്ങനെ ഒരു ക്യാപ്സ്യൂളായിട്ട് കഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത്രത്തോളം ഇത് ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ കാര്യമാണ്, ആൻറ്റി മൈക്രോബിയലാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിനെ ഭയങ്കരമായിട്ട് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെയൊക്കെ സഹായിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് അസുഖങ്ങളൊന്നും വരാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ടേമറിക് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അത് തന്നെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ, കോസ്മെറ്റിക് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോൾ അത് കസ്തൂരി മഞ്ഞളിന് കുറേ കൂടെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സോപ്പിനകത്ത് കസ്തൂരി മഞ്ഞളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ മൂന്നാമത്തെ കാര്യം വൈറ്റമിൻ ഇയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സ്കിൻ റിലേറ്റഡ് ആയിട്ട് തന്നെ പറയണം. സ്കിന്നിന് ഏറ്റവും കൂടുതൽ ഗുണം തരുന്ന, ഹൈഡ്രേഷൻ തരുന്ന, ഡ്രൈ സ്കിന്നിനെയൊക്കെ നല്ലതായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഇ ഓയിൽ. വൈറ്റമിൻ ഇ ഓയിൽ എന്ന് പറഞ്ഞ് കുപ്പിയിൽ വാങ്ങാൻ കിട്ടും ഓൺലൈൻ, അല്ലെങ്കിൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ വാങ്ങിക്കുക. ഗോൾഡൻ കളറിലും ഉണ്ട്, പച്ച കളറിലും ഉണ്ട്. അത് ഒരു സൂചിമന കൊണ്ട് കുത്തിയാൽ മതി, ഒരു പിന്നുകൊണ്ട്. എന്നിട്ട് അതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് ആ ഓയിൽ വരും. അങ്ങനെ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വൈറ്റമിൻ ഇ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സ്കിന്നിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അതിനൊരു പ്രത്യേക കഴിവുണ്ട്. അതായത് വൈറ്റമിൻ ഇയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു എസെൻഷ്യൽ ന്യൂട്രിയൻ്റ് ആണ് നമ്മുടെ ശരീരം ആവശ്യപ്പെടുന്നത് ഫോർ റിജുവിനേഷൻ ഓഫ് സ്കിൻ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ഫുൾ ഓഫ് ആൻറ്റി ഓക്സിഡൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ റിജുവിനേഷൻ ഓഫ് സ്കിൻ എന്ന് പറയുമ്പോൾ ഊഹിക്കാമല്ലോ, നമ്മുടെ സ്കിന്നിനെ നല്ലതായിട്ട് പരിപോഷിപ്പിക്കുന്നൊരു കാര്യമാണ് വൈറ്റമിൻ ഇ. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ്. റിജുവിനേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട്, എസ്പെഷ്യലി പ്രായം ഏറി വരുമ്പോഴും സ്കിന്നിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റിയൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങുന്ന ആ ഒരു കാലത്തും സെൽ റീജനറേഷൻ്റെ കാര്യത്തിലുമൊക്കെ വൈറ്റമിൻ ഇക്ക് ഒരുപാട് പങ്കുണ്ട്. നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലുമൊക്കെ എയ്ഡ് ചെയ്യുന്ന കാര്യമാണ് വൈറ്റമിൻ ഇ. നന്നായിട്ട് എക്സ്ട്രീംലി ഹൈഡ്രേറ്റിംഗ് ആണ്. കാരണം അതായത് വൈറ്റമിൻ ഇ ഹൈലി ഹൈഡ്രേറ്റിംഗ് ആണെന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ വാട്ടർ അബ്സോർബ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് അത് എയ്ഡ് ചെയ്യുന്നത് മാത്രമല്ല, ആ വാട്ടർ റീറ്റെയിൻ ചെയ്യാനായിട്ട്, അതിനെ ട്രാപ്പ് ചെയ്തകത്ത് വെക്കാനും സഹായിക്കും. അതുകൊണ്ട് തന്നെ സ്കിൻ എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വൈറ്റമിൻ ഇ നമ്മൾ സ്ഥിരമായിട്ട് സ്കിന്നിൽ പുരട്ടുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ വൈറ്റമിൻ
ഈ ഉപയോഗിക്കുകയാണെങ്കിൽ സ്കിൻ റീജനറേഷൻ നടക്കുന്നതുകൊണ്ടാണ് ഭയങ്കരമായിട്ട്, അതായത് കൊളാജൻ പ്രൊഡക്ഷനെ എയ്ഡ് ചെയ്യുന്നുണ്ട്. ആ സ്കിൻ നല്ലതായിട്ട് നമ്മുടെ യൂത്ത്ഫുൾ സ്കിന്നായി മാറും. അതുകൊണ്ട് തന്നെയാണ് സ്കിന്ന് നല്ല ബ്രൈറ്റൻഡ് ആകുന്നത്. അപ്പോൾ എല്ലാം ബ്രൈറ്റനിങ്ങും വൈറ്റനിങ്ങും എന്താ പറയുക ഗ്ലോയിങ്ങും ഒക്കെ കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ സോപ്പിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി അതിലേക്ക് പോകാം. സോപ്പ് പ്രൊഡക്ഷൻ ഓരോന്നോരോന്നായിട്ട് കണ്ടോളൂ, ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മുടെ സോപ്പിന് വേണ്ടിയിട്ടുള്ള ബേസ്, ദാറ്റ് ഈസ് ട്രാൻസ്പാരൻറ്റ്. ഇത് നമുക്ക് മെൽറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മെൽറ്റ് ആൻഡ് യൂസ് ട്രാൻസ്പാരൻറ്റ് സോപ്പ് ബേസാണ്. അതൊരു കാര്യം. ഇതിപ്പോൾ ഒരു 1 കിലോയുടെ ഒരു ബോക്സാണ് എനിക്ക് ഇവിടെ വാങ്ങാൻ കിട്ടിയത്. നമ്മൾ അതിൽ നിന്നും ഒരു 250 ഗ്രാംസാണ് എടുക്കാൻ പോകുന്നത്. 250 ഗ്രാം എടുക്കാം. ഇതാണ് ഞാൻ എടുത്ത ഒരു 250, ഓൾമോസ്റ്റ് 250 ഗ്രാം ഉണ്ട്. അതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്താണ്. ഇത് വളരെ സ്മൂത്തായിട്ടിങ്ങനെ കൊച്ചു കൊച്ചു കഷ്ണങ്ങളായിട്ടിങ്ങനെ മുറിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്താൽ മതി. ഇത് ചെറിയ ചെറിയ സ്ക്വയർസ് ആയിട്ടാണല്ലോ ഞാൻ ഇപ്പോൾ മുറിക്കുന്നത്. എന്തെളുപ്പം അറിയോ, നല്ല ഇങ്ങനെ വാക്സ് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ കൂടെ ഉള്ള സാധനം 2 വലിയ നാരങ്ങ കണ്ടല്ലോ, ഇവിടുത്തെ നാരങ്ങയുടെ സൈസെല്ലാം കണ്ടല്ലോ, അതാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ തൊലി മാത്രം, അതിനകത്ത് വൈറ്റ് കളറിലെ തൊലി വേണ്ട, അകത്തുള്ള എന്താ പറയുക ഈ യെല്ലോ കളറിലെ ഭാഗം മാത്രമായിട്ട് പീൽ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഉള്ളത് കസ്തൂരി മഞ്ഞൾ. ഇത് നമ്മുടെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. ഞാൻ ഇതിന് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതിൽ നിന്നും എടുക്കുക. അതിനൊരു മഞ്ഞ കളറൊന്നുമല്ല, വേറൊരു ചന്ദനത്തിൻ്റെ നിറമാണ്. പിന്നെ ഉള്ളത് വൈറ്റമിൻ ഇ. ഇത്ര കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇനി ഇതിനെ നമ്മളൊരു ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ആണ് എടുക്കേണ്ടത്. പിന്നെ ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നു. ഒരു ഹീറ്റ് പ്രൂഫായിട്ടുള്ളൊരു ജഗ്ഗിലേക്കാണ് ഇപ്പോൾ ഞാൻ മാറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ബൗളിലായാലും മതി. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത് നോക്കിയേ, ഈ നാരങ്ങയുടെ സ്കിന്ന് മാത്രമായിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നു. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് 2 വലിയ നാരങ്ങയാണ്. പക്ഷേ ഇതിനെക്കാട്ടിലും കൂടുതൽ വേണമെങ്കിലും ചേർക്കാം. 2 എന്നുള്ളത് 3ഓ 4ഓ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കുക. ഇത് സാധാരണ വെള്ളമല്ല, ഇത് ഡിസ്റ്റിൽഡ് വാട്ടറാണ് ഉപയോഗിക്കേണ്ടത്. അതായിരിക്കും നല്ലത്. വാങ്ങാൻ കിട്ടും, മെഡിക്കൽ സ്റ്റോറിലെല്ലാം കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും വാങ്ങാം. ഇനി നല്ലതായിട്ടൊന്ന് അരച്ചിട്ട് വരാം. നോക്കിയേ ലെമൺ പീല് എങ്ങനെയായിന്ന്. അരയ്ക്കാന്ന് പറഞ്ഞത് ഭയങ്കര സ്മൂത്ത് പേസ്റ്റ് പോലെ ആകില്ല. ചെറിയ ചെറിയ തരികളായിട്ടിങ്ങനെ നമ്മൾ ഫൈൻലി ചോപ്ഡ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇരിക്കും. നമ്മളൊരു പക്ഷേ ഗ്രേറ്റ് ചെയ്തെടുത്താൽ കിട്ടുന്ന പോലെ ഇരിക്കും. അതേസമയം ഗ്രേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇഫക്റ്റീവാണ് ഇങ്ങനെ അരച്ചെടുക്കുകയാണെങ്കിൽ. കാര്യം ഇതിൻ്റെ ജ്യൂസൊക്കെ കുറച്ചൊന്ന് ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ സോപ്പ് ബേസ് കട്ട് ചെയ്ത് വെച്ചല്ലോ, അത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്യാം. ഒരു ട്രാൻസ്പെറൻറ്റ് ജാറിലാണല്ലോ വെച്ചിരുന്നത്. ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇറക്കി നന്നായിട്ടൊന്ന് ഇളക്കി പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. നോക്കിയേ നല്ല മെൽറ്റായി കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ ഇതിനകത്തേക്ക് ചേർക്കണം. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ കസ്തൂരി മഞ്ഞളും കൂടിയായിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ പോകുന്നു. കുറച്ചെടുത്ത് മിക്സ് ചെയ്യാം, മൊത്തത്തിൽ എടുത്തിടുന്നതിന് മുന്നേ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ കസ്തൂരി മഞ്ഞളാണ് ഞാൻ എടുക്കുന്നത്. ഇത് 1 ടീസ്പൂൺ എന്നുള്ളത് 2 ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതൽ വേണമെങ്കിലും ചേർക്കാം. അതിപ്പോൾ ഞാൻ ആ സൂപ്പ് ബേസ് മെൽറ്റായില്ലേ, അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് എളുപ്പമായിരിക്കും. നമുക്ക് ടോട്ടലായിട്ട് എല്ലാത്തിലേക്കും എടുത്തിടുന്നതിനെക്കാട്ടിലും എളുപ്പമായിരിക്കും ഇങ്ങനെ കുറച്ചായിട്ട് എടുത്തിട്ട് മേജറായിട്ടുള്ള ഭാഗത്തേക്ക് ചേർക്കുമ്പോൾ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ആ സൂപ്പ് ബേസ് നല്ല ചൂടായിരിക്കുകയാണല്ലോ, അതിലേക്ക് നാരങ്ങയുടെ തൊലി അരച്ചെടുത്തില്ലേ ആ ഒരു മിശ്രിതം ഈ സൂപ്പ് ബേസിനകത്തേക്ക് മെൽറ്റായിരിക്കുന്നതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കാം. ലൈറ്റ് കളർ ഇങ്ങനെ ചെറുതായി മാറി ഒരു ലൈറ്റ് യെല്ലോ കളറായിട്ട് വരും. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ കലക്കി എടുത്തില്ലേ കസ്തൂരി മഞ്ഞൾ മറ്റേ സൂപ്പ് പീസിൽ, അതിപ്പോൾ ഇച്ചിരി കട്ട് ചെയ്ത് തുടങ്ങി. അത് ഇതിനകത്തുനിന്ന് ഇളക്കി അതിനകത്തേക്ക് ഇടാം. അപ്പോൾ ആ ചൂടിൽ കിടന്ന് അത് മെൽറ്റാകുമ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തും. ഇപ്പോൾ കസ്തൂരി മഞ്ഞളുടെ ആ ഒരു കളറും കൂടി അതിനകത്തേക്ക് യോജിച്ചു. അപ്പോൾ ഒരു പ്യുവർ യെല്ലോ എന്നുള്ളത് മാറി ചെറിയൊരു ഓറഞ്ചിഷ് യെല്ലോയിലേക്ക് മാറും. ഏതാണ്ട് ഒരു പിയർ സോപ്പിൻ്റെയൊക്കെ കളറിലേക്ക് മാറും.
നല്ലൊരു മണവും വരുന്നുണ്ട് കേട്ടോ. ഒരു നല്ലൊരു സിട്രസ് മണമാണ് വരുന്നത്. ഒന്ന് കസ്തൂരി മഞ്ഞളുടെ ഒരു മണവും കൂടിയുണ്ട്. രണ്ടും കൂടി ചേർന്നാണ് വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എക്സ്ട്രാ മണം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എസെൻഷ്യൽ ഓയിൽ, ലെമൺ എസെൻഷ്യൽ ഓയിൽ, ലെമൺ ഫ്ലേവർ കിട്ടാൻ, ആ മണം കിട്ടാനായിട്ട് ചേർക്കാം. പക്ഷേ ഇത് നാച്ചുറലായിട്ടാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇതിൽ നിന്നും ഒരു കുറച്ച് മണം കിട്ടും. അതായത് നാരങ്ങ നമ്മളിപ്പോൾ 2 വലുതാണ് എടുത്തത്. ഇതിനെക്കാട്ടിൽ ഇച്ചിരി കൂടെ നാരങ്ങ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മണം കിട്ടും. കസ്തൂരി മഞ്ഞൾ കുറച്ചുകൂടി ചേർത്ത് കുറച്ചുകൂടി മണം കസ്തൂരി മഞ്ഞളുടെ കയറി നിൽക്കുക. എന്തായാലും ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു മണം. ഒരുപാട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു മണമായിരിക്കില്ല, വളരെ സട്ടിലായിട്ടുള്ളൊരു മണമായിരിക്കും. ഇനി ഈ ഒരു മിശ്രിതത്തിലേക്ക് വൈറ്റമിൻ ഇ ഓയിലുണ്ടല്ലോ അതും കൂടി ചേർക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൂളാവുന്നു. ഒരു ഭയങ്കരമായിട്ട് ചൂടായിരിക്കുന്നതിൽ നിന്ന് ഒരു ചെറിയൊരു മാറ്റം. ഈ സമയത്ത് എണ്ണ ചേർക്കുകയാണ്. വൈറ്റമിൻ ഇ ഓയിൽ 1 ടീസ്പൂൺ ചേർക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞല്ലോ. ഇനി സോപ്പ് ഉണ്ടാക്കുന്ന മോൾഡ്, ഇതും നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. സോപ്പ് മോൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടും. ആമസോണിൽ നിന്ന് വാങ്ങിയാൽ മതി. ഞാനിതൊക്കെ ഇവിടെ വന്നിട്ടാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഏത് മോൾഡ് എടുക്കുന്നോ അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. ഇതിപ്പോൾ ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലെ മോൾഡാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇത് നിറച്ച് കയറും ഒരുപാട് ക്വാണ്ടിറ്റി, അപ്പോൾ വലിയ സോപ്പായിരിക്കും. ഇനി ഇതിനെക്കാട്ടി കുറച്ചുകൂടെ ചെറിയ സോപ്പ് മതി എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചെറിയ മോൾഡിൽ വേണമെങ്കിലും ചെയ്യാം. റൗണ്ട് ഷേപ്പ് ആകാം, അല്ലെങ്കിൽ പല ഷേപ്പിൽ, ഹാർട്ട് ഷേപ്പ്, എല്ലാ മോൾഡും വാങ്ങാൻ കിട്ടും. ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 2 hours. ഇതിപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ ആകുമ്പോൾ ഇത് തണുത്ത അന്തരീക്ഷം ആയതുകൊണ്ട് ഇവിടെ 1 hourൽ സെറ്റാകും. നാട്ടിലാണെങ്കിൽ ഒരു 2 hours വെച്ചിരുന്നാൽ മതി, സെറ്റായി കിട്ടും. അപ്പോൾ ഈ സൂപ്പിൻ്റെ മിശ്രിതം ആ ഒരു മോൾഡിനകത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞു. അപ്പോൾ മേൽഭാഗത്ത് ചിലപ്പോൾ ഇങ്ങനെ ചെറിയൊരു പത പോലെ വരും, കുറച്ചിങ്ങനെ ബബിൾസ് പോലെ. ആ ഭാഗം വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ കൊണ്ടോ എന്തെങ്കിലും ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ അത് ഇളക്കി ഇങ്ങനെ മാറ്റാം. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ സ്പൂൺ കൊണ്ടിങ്ങനെ ഇളക്കി മാറ്റി കൊടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ സെറ്റ് ചെയ്യുന്ന സമയം അത്രേ ഉള്ളൂ. ഇപ്പോൾ നോക്കിയേ, നമ്മുടെ സോപ്പെല്ലാം നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. കളർ നോക്കിയേ, ഞാൻ പറഞ്ഞല്ലോ ഒരു പ്യുവർ സോപ്പിൻ്റെയൊക്കെ ഒരു കളറായിട്ട് വരും. ഇപ്പോൾ നമ്മൾ കസ്തൂരി മഞ്ഞളും കൂടി ചേർക്കുന്നതുകൊണ്ടാണ്. ഇനി ഇത് ഡീമോൾഡ് ചെയ്യുന്ന കാര്യം കാണിച്ചത്. ഓക്കെ, എളുപ്പമാണ്. തൊട്ടാൽ മതി, ഇളകി വരും. അതെ, എൻ്റെ ക്ലോസിൽ നോക്കിക്കോളൂ. നൈസ് സൂപ്പ് ഉണ്ടല്ലേ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് 3 സോപ്പിനെയും ഇളക്കാം. 3 എണ്ണമാണല്ലോ ഉണ്ടാക്കിയത്. കണ്ടല്ലോ 3 സോപ്പ്, എന്ത് ഭംഗിയല്ലേ, തിളങ്ങുന്നു. ഒരു ഗോൾഡൻ കളർ പോലെ. നൈസ്. മണം എന്ന് പറഞ്ഞാൽ ഭയങ്കര മൂക്കിലടിക്കുന്ന മണമല്ല, ചെറിയൊരു സട്ടിൽ മണമാണ്. ഒരു നല്ല ഒരു സജഷൻ പോലെ, ഒരു നാരങ്ങയുടെയും കസ്തൂരി മഞ്ഞളുടെയൊക്കെ ഒരു മണം. രസമാണ് കേട്ടോ, സ്മൂത്താണ്. ഇനി ഇത് ഞാൻ ഒരെണ്ണം ജസ്റ്റ് ഒന്ന് കയ്യിൽ കഴുകി കാണിച്ചു തരാം. എങ്ങനെയാണതങ്ങനെ പത വരുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ആ സോപ്പിനെ എടുത്തിട്ട് 1 സോപ്പ് എടുത്തിട്ട് ഇച്ചിരി വെള്ളം നനച്ചിട്ട് കൈ ഒന്ന് വാഷ് ചെയ്യാം. ഓക്കെ, ഇത് നോക്കൂ, ഇച്ചിരി വെള്ളം നനച്ചിട്ട് കയ്യിലിങ്ങനെ പുരട്ടുമ്പോൾ എന്തോരം പതയാണ് വരുന്നത്. നല്ല സ്മൂത്ത്, ഭയങ്കര സ്മൂത്താട്ടോ, നല്ല പതയൊക്കെ ആയിട്ടാ. നല്ല മണമുണ്ട്, ലൈറ്റൊരു മണം. നന്നായിട്ട് ഇങ്ങനെ പതച്ച് ഇത് നമുക്ക് ശരീരം മുഴുവൻ നമ്മൾ സാധാരണ കുളിക്കുമ്പോൾ ബോഡിയിൽ ഫുള്ള് ഈ സോപ്പ് തേച്ചിട്ട് കുളിച്ചാൽ മതി. ഇതുപോലെ ജസ്റ്റ് നനയ്ക്കുന്നു, നമ്മൾ സാധാരണ സോപ്പ് ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സോപ്പിൻ്റെ ഉപയോഗം കണ്ടല്ലോ. അപ്പോൾ ഇത് രാവിലെയും വൈകുന്നേരവും മുഖത്ത് ക്ലൻസിങ്ങിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാ അഴുക്കും പോകും.
പിന്നെ നമുക്ക് ഭയങ്കര ഗുണം ചെയ്യാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ വൈകുന്നേരം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതുകൊണ്ട് ഗുണമുണ്ടാകും. ടാൻ എല്ലാം കുറയും, പിഗ്മെൻറ്റേഷൻ കുറയും, കറുത്ത പാടുകൾ കുറയും, നല്ല കളറ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യും, നല്ല ബ്രൈറ്റ് ആകും, ഗ്ലോ ചെയ്യും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പിന്നെ ഇത് ഓയിലി സ്കിന്നുകാർക്ക് ബെസ്റ്റാണ്, കുഴപ്പമില്ല. പിന്നെ ഞാനിതിൽ വൈറ്റമിൻ ഇ ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഡ്രൈ സ്കിന്നുകാർക്കും പ്രശ്നമൊന്നും വരില്ല, ഓക്കെയാണ്. പിന്നെ എന്തൊക്കെയാണെങ്കിലും ഞാൻ എപ്പോഴും പറയുമല്ലോ, നമ്മളിപ്പോൾ സോപ്പ് ഇട്ടാണെങ്കിലും ഫേസ് വാഷ് വെച്ചാണെങ്കിലും മുഖം കഴുകുകയാണെങ്കിലും അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും മോയ്സ്ചറൈസർ ഉപയോഗിക്കണം, അത് മസ്റ്റാണ്. പുറത്ത് പോകുന്നതിന് മുമ്പേ അതിൻ്റെ മേളിൽ കൂടി സൺസ്ക്രീനും ഉപയോഗിക്കണം. അപ്പോൾ സോപ്പ് മേക്കിംഗ് കണ്ടല്ലോ, സോ ഈസി. നമുക്കെന്ത് അഭിമാനിക്കാം അല്ലേ, നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കിയ സോപ്പ്, അത് വെച്ച് നമ്മൾ കുളിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അയ്യോ എന്ത് സുഖം. അത് വെച്ച് കുളിക്കുന്നു, മുഖം കഴുകുന്നു. നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ വേണമെങ്കിൽ ഗിഫ്റ്റായിട്ട് കൊടുക്കാം, കുറേ കൂടുതലുണ്ടാക്കിയാൽ. പിന്നെ ഒരു ബിസിനസ്സായിട്ട് വേണമെങ്കിൽ ചെയ്യാം, ബിസിനസ് സംരംഭമായിട്ട് നല്ലൊരു പാക്കിങ് റാപ്പൊക്കെ ചെയ്തിട്ട് ഒരു പേരൊക്കെ ഇട്ടാൽ മതി, സുഖമായിട്ട് ഉണ്ടാക്കാമല്ലോ. ഇതുപോലെ പല പല കോമ്പിനേഷൻസിൽ നമുക്ക് ഈസി ആയിട്ട് സോപ്പ് ഉണ്ടാക്കാൻ. ഇനിയും പല സോപ്പ് മേക്കിങ് കാണിച്ചു തരട്ടെ, പല പല കാര്യങ്ങൾ വെച്ചിട്ട്. ദാറ്റ് ഈസ് ഇതിപ്പോൾ നമ്മളൊരു ട്രാൻസ്പാരൻറ്റ് ബേസാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതിന് പകരം നമുക്കിനി ബി വാക്സ് വെച്ചിട്ട് ചെയ്യാം. പിന്നെന്താ, ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് സോപ്പ് ബേസായിട്ട് ഉപയോഗിച്ചിട്ട്. വൈറ്റ് നമ്മൾ ഗോട്ട് മിൽക്കിൻ്റെ ബേസ് വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ കുറേ ഗുണങ്ങളുള്ള നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ല, നമുക്കിനി കടയിൽ നിന്ന് വാങ്ങണ്ട സോപ്പൊന്നും, നമുക്ക് തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും സന്തോഷമായി എന്ന് ഞാൻ വിചാരിക്കട്ടെ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, ഒരു പാടുമില്ല, എല്ലാം ഓൺലൈനായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ ലെമൺ പീല് ഇത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലെമൺ പീൽ പൗഡർ എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ വാങ്ങാൻ കിട്ടും ആമസോണിൽ, അത് വാങ്ങിച്ച് ഉപയോഗിച്ചാലും മതി. ലെമൺ പീൽ പൗഡർ, ഓക്കെ, അതും കസ്തൂരി മഞ്ഞളും എടുത്താൽ മതി. പിന്നെ വൈറ്റമിൻ ഇ, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഒക്കെ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കോമ്പിനേഷൻ ഒരു മനോധർമ്മം അനുസരിച്ച് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് ഒരു കോമ്പിനേഷൻ ചെയ്യാം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് തരണം, ഉപയോഗിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് തരണം. ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഈ സോപ്പ് ഉപയോഗിക്കുക, എന്നിട്ട് ആ മാറ്റം എന്നെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.